അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചവരെ തിരിച്ചറിയുന്നതിനുള്ള DNA പരിശോധനാ ഫലം വൈകുകയാണ്. 31 മൃതദേഹം ഇതുവരെ തിരിച്ചറിഞ്ഞു. 14 മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വ്യാഴാഴ്ചയുണ്ടായ വിമാനാപകടത്തിൽ 279 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് ഇതുവരെയുള്ള കണക്കുകൾ. അപകടത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശി രഞ്ജിതയുടെ DNA ഫലം വൈകും എന്നാണ് റിപ്പോർട്ട്. രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാനാപകടം 4 ദിവസം പിന്നിടുമ്പോഴും മരിച്ചവരുടെ മൃതദേഹം പൂർണ്ണമായും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. DNA പരിശോധന വേഗത്തിലാക്കാൻ 160 വിദഗ്ധരെ നിയോഗിച്ചതായി ഗുജറാത്ത് സർക്കാർ അറിയിച്ചു. DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ കുടുംബങ്ങൾക്ക് വിട്ടു നൽകി. 248 പേരുടെ ബന്ധുക്കൾ DNA പരിശോധനയ്ക്കായി സാമ്പിളുകൾ നൽകിയിരുന്നു. 192 ആംബുലൻസുകളും 591 ഡോക്ടർമാരുടെ സംഘത്തെയും ആശുപത്രിയിൽ പരിശോധനയ്ക്കായി ഏർപ്പാടാക്കിയിട്ടുണ്ട്. ദുരന്ത സ്ഥലത്ത് നിന്ന് യാത്രക്കാരുടെ പാസ്പോർട്ട്, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, ആഭരണങ്ങൾ, മറ്റു വസ്തുക്കൾ എന്നിവയും പോലീസ് കണ്ടെത്തി. വിമാനത്തിലെ യാത്രക്കാരുടെ ലഗേജുകളും NSG സംഘം പരിശോധിച്ചു വരികയാണ്. വിമാനത്തിന്റെ അവശിഷ്ടങ്ങളിലും തകർന്ന കെട്ടിടാവശിഷ്ടങ്ങളിലും NDRF പരിശോധന ഇന്നും തുടരുന്നുണ്ട്. സ്ഫോടക വസ്തുക്കളുടെ സാന്നിധ്യമുണ്ടോ എന്നറിയാനാണ് പരിശോധന. അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടം പരിശോധിക്കാൻ എയർ ആക്ഷൻ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. ഉദ്യോഗസ്ഥർ വിമാനഭാഗങ്ങൾ പരിശോധിച്ചു. അതേസമയം അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ എയർ ഇന്ത്യ 171 വിമാനത്തിന്റെ പൈലറ്റിന്റെ മെയ്ഡേ സന്ദേശം പുറത്തുവന്നു. വിമാനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല, താഴേക്ക് പതിക്കുന്നു എന്നായിരുന്നു പൈലറ്റിന്റെ അവസാന സന്ദേശം. വിമാനത്തിന്റെ ത്രസ്റ്റ് പരാജയത്തിന്റെ കാരണം നിർണ്ണയിക്കാൻ ബ്ലാക്ക് ബോക്സ് പരിശോധിക്കുകയാണ് അന്വേഷണ സംഘം. ടേക്ക് ഓഫ് ഘട്ടത്തിൽ അപാകതകളൊന്നും പ്രാഥമിക വിലയിരുത്തലുകളിൽ കണ്ടെത്തിയില്ല. എന്നാൽ കെട്ടിടത്തിൽ ഇടിച്ചതിനു ശേഷമാണ് വിമാനം തീപിടിച്ച് കത്തിയത് എന്നാണ് AAIB സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.